ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കൂടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് 10 ദിവസത്തെ വെയിറ്റ് ലോസ് ചാലഞ്ച് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്. 10ാമത്തെ ദിവസം എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാമിലി ആയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം. ഞാൻ എല്ലാ പ്രാവശ്യവും വർഷത്തിലൊരു പ്രാവശ്യം ഓണത്തിനാണ് ഞാൻ ഫാമിലി ആയിട്ട് ഫോട്ടോ എടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഡേ ആയിരുന്നു. അപ്പോൾ കുറച്ചൊരു തിരക്കായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ നല്ല വെയിലും അല്ലേ, ഞാൻ ഭയങ്കരമായിട്ട് തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ കിടന്നുറങ്ങി, അങ്ങനെയൊക്കെ ആയിരുന്നു. വല്ലാതെ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ചീഞ്ഞ ദിവസമായിരുന്നു കേട്ടോ. തീരെ വയ്യാണ്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര വെയിറ്റ് കുറഞ്ഞു ഈ ഒരു 10 ദിവസം കൊണ്ട്? ഇന്ന് വെയിറ്റ് ലോസ് കഴിയാണല്ലോ. അപ്പോൾ എത്ര വെയിറ്റ് കുറഞ്ഞു എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇന്ന് ഇന്നെന്താ കഴിച്ചതെന്നും കൂടി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരു 4 മടക്ക് പത്തിരിയാണ് കഴിച്ചിട്ടുള്ളത്. ഇന്നലത്തെ മീൻകറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റ പത്തിരി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്ന് സൺഡേത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. ഞങ്ങളായിട്ട് ഡിസൈഡ് ചെയ്തതല്ല, സുജിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അവന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവന് രാജസ്ഥാനിൽ നിന്ന് വന്നതാണ്. കുറച്ച് ദിവസത്തെ ചെറിയൊരു ലീവ് കിട്ടിയപ്പോൾ വന്നതാണ് കേട്ടോ. അപ്പോൾ അവന് തിരിച്ചു പോകാനായി. അപ്പോൾ അവന് ഒറ്റ നിർബന്ധം, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഫുഡ് കഴിക്കാൻ പുറത്ത് പോവാം. ഇനിയിപ്പോൾ എന്ന് വരാൻ, അടുത്ത കൊല്ലങ്ങാനും വരാൻ പറ്റുള്ളൂ. അവന് ഇനി ലീവ് അടുത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഫുഡ് കഴിക്കാൻ പോവാം, അതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഈ കാണുന്നത് കേട്ടോ. ഞായറാഴ്ച ദിവസം ഈ കോഴിക്കോടങ്ങാടിയിൽ എവിടുന്ന് ഫുഡ് കഴിക്കും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ചിഹ്നമാണ് കേട്ടോ. എവിടെ പോയാലും വമ്പൻ ക്യൂ നിന്നിട്ട് മാത്രമേ ഫുഡ് കിട്ടുള്ളൂ. നല്ല ക്യൂ ആണ് എല്ലായിടത്തും. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ സൺഡേ ഒന്നും ഫുഡ് കഴിക്കാൻ പുറത്തു പോകണം അധികം ചിന്തിക്കലേ ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം പോയിട്ടുണ്ടായിരുന്ന ഫോക്കസ് മാളിലുള്ള എം ഗ്രില്ലാണ് കേട്ടോ. അപ്പോൾ നല്ല ഫുഡാണ് അവിടുത്തത്. അപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ നമ്മളവിടെ സാധാരണ കയറും. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം അതിൻ്റെ ഉള്ളിൽ കയറി പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് മുമ്പ് ഇന്നത്തെ വെയിറ്റ് ഒക്കെ നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് 82.65 ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്റ്റാർട്ടിങ് വെയിറ്റ്, അതായത് 10 ദിവസം മുമ്പുള്ള എൻ്റെ വെയിറ്റ് എന്താണെന്ന് വെച്ചാൽ 84.90 ആയിരുന്നു. അപ്പോൾ 10 ദിവസം കൊണ്ട് 2 കിലോയും 250 ഗ്രാമുമാണ് കുറഞ്ഞത്. വലിയ കുഴപ്പമില്ലാത്തൊരു കുറച്ചിലാണ് തോന്നുന്നുണ്ട് അല്ലേ. വാട്ടർ വെയിറ്റ് ആണ് കുറഞ്ഞിട്ടുള്ളത്, വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ഫാറ്റൊന്നല്ല, വാട്ടർ വെയിറ്റ് ആണ് കുറഞ്ഞിട്ടുള്ളത്. പക്ഷെ അടിപൊളിയാണ് അല്ലേ. ഈ 10 ദിവസം കൊണ്ട് നിർത്തുന്നില്ല. ഞാൻ ഇൻ്റർമീഡിയറ്റ് അങ്ങനെ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കമ്മലിടാനും മാലിടാനും ഒക്കെ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും മമ്മി അതാണ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്, ഭയങ്കര സീരിയസ് ആയിട്ട്. വലിയ കാര്യത്തിൽ ലിപ്സ്റ്റിക്ക് അങ്ങോട്ട് ഇട്ട് വന്നതാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് അങ്ങോട്ട് ഇട്ടാൽ എല്ലാം ആയല്ലോ, അതാണ് എൻ്റെ വിചാരം. അപ്പോൾ സ്റ്റാർട്ടേഴ്സൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇരിപ്പാണ് കേട്ടോ. എല്ലാവരും ഫോണിലാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതാ ഞങ്ങൾ സ്ഥിരം പാരഗണിലോ എം ഗ്രില്ലോ ഒക്കെ വന്നാൽ ഓർഡർ ചെയ്യാറുള്ള സ്ഥിരം ഐറ്റമാണ്. വീണ്ടും ഞാൻ ഇതിൻ്റെ പേര് മറന്നു. എപ്പോഴും മറക്കും കേട്ടോ. ഓർഡർ ചെയ്യുമ്പോൾ മാത്രമേ ഇത് ഓർമ്മ ഉണ്ടാവുള്ളൂ. പാന്തൽ ചിക്കനോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ഇത് എം ഗ്രില്ലും പാരഗണും ഒരേ ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം എം ഗ്രില്ലും പാരഗണിലും ഉണ്ട് കേട്ടോ. എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് എപ്പോഴും ഫീൽ ചെയ്യൽ പാരഗണത്തേനാണ്. കുറച്ചും കൂടി എന്താ പറയുക, എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് പാരഗണത്തേനാണ് ഫീൽ ചെയ്യൽ കേട്ടോ. ഇതിൻ്റെ സോസ് ആണെങ്കിലും ഇതിനൊരു സോസ് ഉണ്ട്, ഒരു സ്വീറ്റ് സോസ് ഉണ്ടാവില്ല, ഒരു മധുരമാണ് സോസിന് ഉള്ളത് കേട്ടോ. എം ഗ്രില്ലിന് ഒരു റെഡ് കളർ കുറച്ച് കൂടുതലാണ്. പാരഗണിന് ഒരു ശരിക്ക് പഞ്ചസാര സിറപ്പിൽ കുറച്ച് എന്താ പറയുക, ഈ ക്രഷ്ഡ് ചില്ലി ഇല്ലേ, അത് ജസ്റ്റ് നോർമൽ അത് ഇട്ട പോലെ ഉണ്ടാകും. പക്ഷെ ഇതിന് ഒരു റെഡ് കളർ കുറച്ച് കൂടുതലുള്ളൊരു സോസ് പോലെ തോന്നും. പക്ഷേ
പാരഗൺതന്നെയാണ് ആ സോസിനും കുറച്ച് ടേസ്റ്റ് കൂടുതൽ തോന്നും കേട്ടോ. എനിക്ക് തോന്നുന്നതാണ്, ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. എനിക്ക് പാരഗൺതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. ഞാൻ 2 എടുത്തിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. എല്ലാവരും അങ്ങനെ എല്ലാവർക്കും ഉണ്ട്, അത്ര തന്നെ ഉണ്ട്. എന്നാലും ഞാൻ 2 ആദ്യം ഒക്കെ തുറന്ന് ഇരുന്ന് തിന്നുന്നുണ്ട്. ആർക്കുണ്ടോ ഇല്ലെന്നൊന്നും ഞാൻ നോക്കിയില്ല, ഞാൻ ഇരുന്ന് തിന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറേ കാലമായിട്ട് കഴിക്കണം എന്ന് വിചാരിച്ചിരുന്ന സാധനമാണ് കേട്ടോ ഇത് കണ്ടപ്പോഴെല്ലാവർക്കും മനസ്സിലായിണ്ടാവില്ലേ, സുഷിയാണ്. എല്ലാവരും ഭയങ്കര ബാഡ് അഭിപ്രായവും നല്ല അഭിപ്രായവും ഒക്കെ പറയുന്ന ഒരു സാധനമാണല്ലോ അല്ലേ. ഇത് 2 ടൈപ്പ് സാധനം അവിടെ ഉണ്ടായിരുന്നു. ചെമ്മീൻ്റെത് ഉണ്ടായിരുന്നു, ഐക്കോറിൻ്റെ ഉണ്ടായിരുന്നു. ഇത് ചെമ്മീനാണ് കേട്ടോ. ഐക്കോറിൻ്റെത് അവിടെ റോ ആയിരുന്നു, പച്ചയായിരുന്നു. ചെമ്മീൻ്റെത് കുറച്ച് വേവിച്ചതായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെമ്മീൻ മതി, റോ കഴിക്കാനുള്ള ഒരു ആവത് എനിക്കില്ല. ആദ്യം നമുക്ക് എന്താ പറയുക, കുറച്ച് വേവിച്ചത് കഴിക്കണതാണല്ലോ നല്ലത്. അപ്പോൾ ഞാൻ ചെമ്മീൻ്റെതാണ് വാങ്ങിയത്. മക്കൾ എന്താ പറയുക, മക്കളും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു സാധനമായതുകൊണ്ട് മക്കളും എന്താ പറയുക, ചോപ്പ് സ്റ്റിക്കൊക്കെ വെച്ചിട്ട് കഴിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് പ്രോപ്പർ പിടിക്കാനൊന്നും അവർക്ക് അറിയില്ല. എന്തൊക്കെയോ ചെയ്യണ്ടേ, അതിനൊരു സോസ് ഉണ്ട് കേട്ടോ. അതൊന്നും അവർ മുക്കിയിട്ടില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട് ഇനി ഓർഡർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഇത്ര മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിൽ നിർത്തിച്ചു. വലിയ രസമൊന്നുമില്ല കേട്ടോ. സുജിക്ക് കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. സഞ്ജുവിന്, അതായത് സുജിൻ്റെ ഫ്രണ്ടില്ലേ, സഞ്ജുവിന് അത് തീരെ വേണ്ട എന്നുള്ള ഒരു ഇതാണ്. മമ്മിക്ക് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളോടേ താല്പര്യമില്ല. ഞാൻ പിന്നെ കഴിച്ചു, ഓർഡർ ചെയ്ത സാധനമല്ലേ എന്ന് വിചാരിച്ചിട്ട് കഴിച്ചു. 4 പീസ് ഉണ്ടായിരുന്നുള്ളൂ. 2 മക്കൾ കഴിച്ചു, 1 ഞാൻ കഴിച്ചു, 1 മക്കൾ 2 ആളും വീണ്ടും ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. അങ്ങനെ അത് തീർന്നു. എനിക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാൻ ഓക്കെ, ഭയങ്കര ടേസ്റ്റി എന്നുള്ള രീതിയിൽ ചിന്തിക്കാനേ പറ്റില്ല. ഇതോടുകൂടി നിർത്താം, ഇനി വാങ്ങണ്ട എന്നുള്ള രീതിയിലാണ് ഉള്ളത് കേട്ടോ. ഇനി റോ ചിന്തിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പം എൻ്റെ ഒരു ഇത്. പക്ഷേ ഇതേപോലെ ഒന്ന് ഒരു വട്ടം ആരെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ ഒന്ന് ഇതേപോലെ എനിക്കായിട്ട് വാങ്ങാണ്ട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കൂട്ടത്തിൽ കഴിക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. എല്ലാം ഒന്ന് ട്രൈ ചെയ്യണമല്ലോ, അങ്ങനെയൊക്കെ കേട്ടോ. അല്ലാണ്ട് ഞാനായിട്ട് മുൻകൈ എടുത്ത് ഇത്രയും പൈസ കളയാനൊന്നും ഉള്ളൊരാവത് എനിക്കില്ല. അല്ലാതെ ആരെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ കൂടെ പോയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ഉള്ളുണ്ട്, ഒരാഗ്രഹമുണ്ട്. അത്രയൊക്കെ തന്നെ. പിന്നെ മമ്മി മീൽസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ അധികം കറികളും ഉപ്പേരികളും ചോറും മീൻകറിയും സാമ്പാറും അങ്ങനത്തെ കൊണ്ടാട്ടമുളകും കുറേ തൈരും പായസം. മമ്മി ഷുഗർ ഉണ്ട് കേട്ടോ, എന്നിട്ട് പായസം ആർക്കും തരുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും സുജിയും പായസം വേറെയും നല്ല രുചിയുള്ള പായസമായിരുന്നു. അതുകൊണ്ട് ഞാനും സുജി പിന്നെയും ഓർഡർ ചെയ്ത് പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി പായസമായിരുന്നു, സേമിയ പായസമായിരുന്നു കേട്ടോ. പിന്നെ ഞാനും സഞ്ജും സുജിയും മക്കൾ എല്ലാവരും കൂടി 3 ബിരിയാണി വാങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് എല്ലാവരും കൂടി ആയിട്ട് 3 ബിരിയാണി കൊണ്ട് ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ ചെമ്മീൻ റോസ്റ്റും ഫിഷ് റോസ്റ്റും ഐക്കോറ അങ്ങനെ ഫ്രൈ ഒക്കെ വാങ്ങിയിട്ട് അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഫോക്കസ് മാളിൻ്റെ മുകളിൽ തന്നെ എംഗ്രിലിൻ്റെ അപ്പുറത്ത് തന്നെ ഈ ഫിഷ് സ്പാ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്ക് അതിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം ഒന്നല്ല, ഒരാൾക്ക് 12 മിനിറ്റ് എങ്ങാനുമാണ്. വെറുതെ അവിടെ ഇരിക്കാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ നേരം പോസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ V-സ്റ്റാറിൻ്റെ ഒരു അത് കണ്ടില്ലേ, അവിടെ മമ്മിക്ക് ബ്ലൗസ് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഞങ്ങളവിടെ വെറുതെ ഇരിക്കുകയല്ലേ. അപ്പോൾ വെറുതെ ഞാനും മമ്മി അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി കറങ്ങി, എടുക്കാനൊന്നല്ല കേട്ടോ, വെറുതെ ഒന്ന് നോക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തായാലും അവിടെ തിരിഞ്ഞളിക്കല് വെച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി എല്ലാം നോക്കി കണ്ട് തിരിഞ്ഞളിച്ച് വന്നു. ഇതിങ്ങനെ മക്കളെ നോക്കി നിൽക്കല്ലേ. പിന്നെ സുജി മക്കളും പോയിട്ട് കുറച്ച് മാർഷ്മെലോ ചോക്ലേറ്റ് ഡിപ്പും കുറച്ച് ഐസ്ക്രീമും ഇതൊക്കെ വാങ്ങി വന്നു. ഞാൻ ഈ കുറേ ദിവസം കൂടിയിട്ട് ഇത്രയധികം ഫുഡ് കഴിക്കുകയല്ലേ, അതുകൊണ്ട് എനിക്കൊരു ഇഞ്ച് സാധനം വയറിൻ്റെ ഉള്ളിലേക്ക് പോകണുണ്ടായിരുന്നില്ല.
അതുകൊണ്ട് എനിക്കും അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ ഞാൻ കഴിച്ചേനെ. ഞാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ സ്റ്റക്കായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. പിന്നെ എനിക്കൊന്നും വേറെ ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ സങ്കടത്തിലായിരുന്നു കേട്ടോ. എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റാണ്ട് ഞാൻ പിന്നെ കുറേ ചൂടുവെള്ളമൊക്കെ കുടിച്ചൊക്കെ നടക്കുകയായിരുന്നു. ഗ്യാസും കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച്. അങ്ങനെ ഇന്നത്തെ ദിവസം ഇതായിരുന്നു. അപ്പോൾ ഞാൻ 10 ദിവസം കൊണ്ട് ഏകദേശം ഒരു 2.5 കിലോ കുറഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് മക്കളെ. ഇനി എന്തായാലും വെക്കേഷനൊക്കെ ആകുമ്പോൾ ഈ 2.5 കിലോ ഒരു 3-3.5 കിലോ ആയിട്ട് കൂട്ടാനായിരിക്കും എൻ്റെ വിധി എന്തായാലും കേട്ടോ. വീട്ടിലൊക്കെ പോവല്ലേ, അപ്പോൾ എന്തായാലും കൂടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 10 ദിവസത്തെ ചലഞ്ചൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എനിക്ക് സിൽക്കി വെഡ്ഡിങ്സിലൊന്ന് പോകാനുണ്ടായിരുന്നു. എനിക്ക് സൂംബൻ്റെ ഓണപരിപാടിക്കുള്ള ഡ്രസ്സ് അവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി സഞ്ജുവിന് പോകേണ്ട കൊടുത്തത് ഇറക്കുകയാണ് കേട്ടോ. ഡ്രസ്സും കാര്യങ്ങളൊന്നും ഞാൻ പിന്നെ ഇതിൽ കാണിക്കുന്നില്ല. സൂംബൻ്റെ ഓണപരിപാടിൻ്റെ ദിവസത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാണിക്കുന്നല്ലേ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്